Hi, welcome to EduWorld classes. So, നമ്മളിന്ന് ന്യൂട്രിയൻ റിക്വയർമെൻറ്റ് ഇൻ വേരിയസ് സ്റ്റേജസ് ഓഫ് ചൈൽഡ്ഹുഡ് എന്ന ടോപ്പിക്കാണ്. ഹോം സയൻസിലെ 3rd മൊഡ്യൂളിലെ ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മളിതിൽ ചൈൽഡ്ഹുഡ് സ്റ്റേജ് വരെയുള്ള കുട്ടികളിലുള്ള അവരുടെ ന്യൂട്രിയൻ റിക്വയർമെൻ്റ് ആണ് നമ്മൾ നോക്കുന്നത്. സോ അതിൽ പ്രീ സ്കൂളേഴ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. സോ നമുക്ക് ആദ്യത്തെ ഘട്ടം ചൈൽഡ്ഹുഡ് ഘട്ടത്തിൽ ആദ്യത്തെ എന്ന് പറയുന്നത് ഇൻഫൻസി പീരീഡ് ആണല്ലേ. സോ അപ്പോൾ ആ കാലഘട്ടത്തിലുള്ള ഫുഡിൻ്റെ അല്ലെങ്കിൽ ന്യൂട്രിയൻ റിക്വയർമെൻറ്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. സോ അതിൽ നമ്മൾ ഇൻഫൻറ്റ് ആൻഡ് യങ് ചൈൽഡ് ഫീഡിംഗ് ഗൈഡ് ലൈൻ, സോ ഇതിനൊരു ഫീഡിംഗ് ഗൈഡ് ലൈൻസ് ഉണ്ട്. സോ അതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഇൻഫൻറ്റ് ആൻഡ് യങ് ചൈൽഡ് ഫീഡിംഗ് ഇസ് എ സെറ്റ് ഓഫ് വെൽ നോൺ ആൻഡ് കോമൺ റെക്കമെൻഡേഷൻ ഫോർ അപ്രോപ്രിയേറ്റ് ഫീഡിംഗ് ഓഫ് ന്യൂ ബോൺ ആൻഡ് ചിൽഡ്രൻ അണ്ടർ 2 ഇയർ ഓഫ് ഏജ്. സോ 2 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കോമൺ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ റെക്കമെൻഡ് ഫീഡ് ചെയ്യാൻ അപ്രോപ്രിയേറ്റ് ഫീഡ് ഏജ് അനുസരിച്ച് അവർക്ക് ഫീഡ് ചെയ്യേണ്ട ഫുഡുകളെ കുറിച്ചുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടല്ലേ. സോ അങ്ങനത്തെ ഒരു റെക്കമെൻഡേഷൻ ഉണ്ട്, ഒരു അപ്രോപ്രിയേറ്റ് ഏത് വയസ്സിൽ സോ ഏത് ഫുഡ് കൊടുക്കണം, അങ്ങനെ ഒരു ഗൈഡ് ലൈനാണ് നമ്മൾ ഇൻഫൻറ്റ് ആൻഡ് യങ് ചൈൽഡ് ഫീഡിംഗ് ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത്. സോ IYCF ഇൻക്ലൂഡ് ദ ഫോളോയിങ് കെയർ പ്രാക്ടീസ്. സോ ഇതിൽ ഓരോ ഏജിൽ അല്ലെങ്കിൽ ഓരോ സ്റ്റേജിൽ ഏതൊക്കെ ടൈപ്പ് ഫുഡ് കൊടുക്കണം കുട്ടിക്ക് എന്നുള്ള കാര്യത്തിൻ്റെ കുറേ കാര്യങ്ങളാണ് ഈ ഒരു ഗൈഡ് ലൈനിൽ പറയുന്നത്. ഫസ്റ്റ്, ഏർലി ഇനിഷ്യേഷൻ ഓഫ് ബ്രസ്റ്റ് ഫീഡിംഗ് മീൻസ് ബ്രസ്റ്റ് ഫീഡിംഗ് ഓൾ നോർമൽ ന്യൂ ബോൺസ് ഇൻക്ലൂഡിംഗ് ദോസ് ബോൺ ബൈ സിസേറിയൻ സെക്ഷൻ ആസ് ഏർലി ആസ് പോസിബിൾ ആഫ്റ്റർ ദ ബർത്ത്, ഐഡിയലി വിത്തിൻ ഫസ്റ്റ് അവർ. സോ ഒരു കുട്ടി ആദ്യം ജനിക്കുമ്പോൾ തന്നെ ആ കുഞ്ഞിന് ആദ്യം എന്ത് ചെയ്യണം, നോർമലി ജനിക്കുന്ന ഒരു കുഞ്ഞിന് അതിപ്പോൾ സിസേറിയൻ ആണെങ്കിലും നോർമൽ സെറ്റ് ഡെലിവറി ആണെങ്കിൽ പോലും ആ കുട്ടിക്ക് പോസിബിളി 1 മണിക്കൂർ വിത്തിൻ 1 അവർ ജനിച്ച് 1 മണിക്കൂറിനകം തന്നെ എന്ത് ചെയ്യണം, ആദ്യത്തെ ബ്രസ്റ്റ് മിൽക്ക് കുട്ടിക്ക് കൊടുക്കണം. സോ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടല്ലേ, ആദ്യത്തെ ബ്രസ്റ്റ് മിൽക്കിൽ ഒരു ഘടകമുണ്ട് കൊളസ്ട്രോൾ എന്ന് പറയും. സോ അത് കുട്ടിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആദ്യ കാലഘട്ടങ്ങളിൽ അത് അറിവില്ലാതെ എല്ലാവരും വിചാരിക്കുക മോശമാണെന്നൊക്കെ വിചാരിച്ച് പണ്ട് കാലങ്ങളിൽ എന്ത് ചെയ്യാറുണ്ടായിരുന്നു, അത് കുട്ടികളെ കുടിപ്പിക്കാറില്ലായിരുന്നു. സോ പിന്നീടാണ് അതിൻ്റെ പ്രസക്തി മനസ്സിലാക്കി അത് നിർബന്ധിതമാക്കിയത്. സോ ആദ്യത്തെ മിൽക്കിലാണ് ഏറ്റവും കൂടുതൽ ന്യൂട്രിയൻസ് അടങ്ങിയിരിക്കുന്നതെന്ന് പറയുന്നത്. സോ അതിന് നമ്മൾ പറയുന്നത് കൊളസ്ട്രം എന്നാണ്. ദ മിൽക്ക് സെക്രീറ്റഡ് ഇൻ ദ ഫസ്റ്റ് 2 to 3 days, ആദ്യത്തെ 2 to 3 ദിവസം വരെ സെക്രീറ്റ് ചെയ്യുന്ന മിൽക്ക് എന്ന് പറയുന്നത് അതിലാണ് കൊളസ്ട്രം അടങ്ങിയിട്ടുള്ളത്. സോ ആ മിൽക്ക് കുട്ടിക്ക് ഉറപ്പായിട്ടും കൊടുത്തിരിക്കണം. മസ്റ്റ് നോട്ട് ബി ഡിസ്കാർഡഡ് ബട്ട് ഷുഡ് ബി ഫെഡ് ടു ന്യൂ ബോൺ ആസ് ഇറ്റ് കണ്ടെയ്ൻസ് ഹൈ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊട്ടക്റ്റീവ് ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ആൻഡ് സെൽസ്. നോ പ്രീ ലാക്റ്റിയൽ ഫ്ലൂയിഡ് ഷുഡ് ബി ഗിവൻ ടു ദ ന്യൂ ബോൺ. സോ ഈ ഒരു 2 to 3 ദിവസം വരുന്ന ആ കൊളസ്ട്രോൾ എന്ന് പറയുന്ന മിൽക്ക് കുട്ടിക്ക് ഉറപ്പായിട്ടും കൊടുത്തില്ല. അതിൽ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്റ്റീവ് ഇമ്മ്യൂണോഗ്ലോബുലിൻസ്, അതായത് കുട്ടിയുടെ ഇമ്മ്യൂണിറ്റിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും ആ ഒരു മിൽക്കിൽ അടങ്ങിയിട്ടുണ്ട്. ഇനി കൊളസ്ട്രോൾ കണ്ടെയ്ൻസ് large quantities of protective substance and growth factors and has more protein and vitamin A and K than mature milk. സോ മെച്യൂർ മിൽക്കിനേക്കാളും കൂടുതൽ പ്രൊട്ടക്റ്റീവ് ഫാക്ടേഴ്സ് അടങ്ങിയിട്ടിരിക്കുന്ന മിൽക്കാണ് കൊളസ്ട്രോൾ. നമ്മളത് ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഓരോ മിൽക്കിൻ്റെ ടൈപ്സ്, ട്രാൻസിഷണൽ മിൽക്ക്, പ്രീ മെച്യൂർ മിൽക്ക്, സോ അങ്ങനെ പല ടൈപ്പിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ അത് നിങ്ങൾ റെഫർ ചെയ്യുക. ഇറ്റ് എൻഹാൻസസ് ദ ഡെവലപ്മെൻറ്റ് ആൻഡ് മെച്യൂറേഷൻ ഓഫ് ദ ബേബീസ് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റിനൽ ട്രാക്ട്. സോ ഇനി ഇത് കൊളസ്ട്രോൾ കൊണ്ട് കുട്ടിക്ക് ഉണ്ടാകുന്ന ബെനിഫിറ്റുകളാണ് പറയുന്നത്. ആ കുട്ടിയുടെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റിനൽ ട്രാക്റ്റിൻ്റെ മെച്യൂറേഷൻ നടക്കും, അതുപോലെ അതിലെ ഡെവലപ്മെൻറ്റിലൊക്കെ സഹായിക്കുന്ന മിൽക്ക് ഇതാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. ദ ആൻറ്റി ഇൻഫെക്റ്റീവ് പ്രോട്ടീൻസ് ആൻഡ് വൈറ്റ് സെൽസ് പ്രൊവൈഡ് ദ ഫസ്റ്റ് ഇമ്മ്യൂണൈസേഷൻ എഗെയിൻസ്റ്റ് ദ ഡിസീസ് എ ബേബി എൻകൗണ്ടേഴ്സ് ആഫ്റ്റർ ഡെലിവറി. സോ ഒരു കുട്ടി ആദ്യം ജനിച്ചു കഴിയുമ്പോൾ അവൻ ആദ്യമായിട്ട് ഉടനെ നമ്മൾ എന്ത് ചെയ്യത്തില്ല, ഇമ്മ്യൂണൈസേഷനെല്ലാം കൊടുക്കുന്നത്. അത് ജനിച്ച് 24 മണിക്കൂറിനകം നമ്മൾ വാക്സിനേഷൻ കൊടുക്കുമെങ്കിൽ അതിന് മുമ്പേ അവനെ ഒരുപാട് അറ്റാക്ക് ചെയ്യാറുണ്ട്. സോ അപ്പോൾ അതിനെല്ലാം ഉള്ള ഇമ്മ്യൂണൈസേഷൻ കിട്ടണം, അല്ലെങ്കിൽ അതിനെതിരെ ആ ഡിസീസിനെതിരെ പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ സോ അതെല്ലാം ഈ ഒരു മിൽക്ക് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെയാണ് അവന് അത് കിട്ടുന്നത്. ഓൾത്തോ കൊളസ്ട്രോൾ ഇസ് സെക്രീറ്റഡ് ഇൻ സ്മോൾ ക്വാണ്ടിറ്റീസ്. സോ കൊളസ്ട്രോൾ എന്ന് പറയുമ്പോൾ ഒരുപാട് നമ്മൾ 3 ദിവസത്തിനകത്ത് വരെ കൊളസ്ട്രോളത്തിൻ്റെ സെക്രീഷൻ കാണും. സോ ഇത് വളരെ ചെറിയ ക്വാണ്ടിറ്റീസിൽ മാത്രം, അതായത് 30 to 90 ml വരെ കൊളസ്ട്രോൾ സെക്രീഷൻ കാണത്തുള്ളൂ. ഇറ്റ് ഈസ് സഫിഷ്യൻറ്റ് ടു മീറ്റ് ദ caloric needs of a normal newborn in the first few days of life. സോ ആദ്യത്തെ ഒരു 2-3 ദിവസത്തേക്ക് അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്ക് ആ കുട്ടിയുടെ ന്യൂട്രീഷണൽ അല്ലെങ്കിൽ കലോറിഫിക് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ ആ ഒരു മിൽക്കിന് സാധിക്കും.
Cholesterol also has a mild purgative effect which help to clear baby's gut of meconium, the first very dark stool. So meconium എന്താണെന്നൊക്കെ നമ്മൾ നിയോനെറ്റ്സിലൊക്കെ പറയുന്നത് ആദ്യത്തെ കുട്ടിയുടെ ആ ഡാർക്ക് കളർ സ്റ്റൂളിനെയാണ് നമ്മൾ മീക്കോണിയം എന്ന് പറയുന്നത്. സോ ഈ കൊളസ്ട്രോളാണ് കുട്ടിയുടെ പെർഗേറ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ ഗട്ട് വയറ് ക്ലീൻ ആകുക എന്നുള്ളൊരു ഇതിലാണ് പറയുന്നത്. സോ ആ ഒരു ലാക്സേറ്റീവ് എഫക്റ്റ് ഫുള്ള് ഗട്ടെല്ലാം ക്ലീനായി ഫുൾ വയറ്റിലുള്ള അഴുക്കുകളെല്ലാം പോകുന്ന ഒരു അവസ്ഥയാണ്. സോ അപ്പം കൊളസ്ട്രോൾ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് കുട്ടിക്ക് ഫസ്റ്റ് മീക്കോണിയം അല്ലെങ്കിൽ മീക്കോണിയം രീതിയിലുള്ള സ്റ്റൂള് പോകും. സോ ഇത് കുട്ടിയുടെ ഗട്ടിന് നല്ലതാണ്. ആൻഡ് ഹെൽപ്പ് ടു പ്രിവെൻറ്റ് ജോണ്ടിസ് ബൈ ക്ലിയറിംഗ് ദ ബിലിറൂബിൻ ഫ്രം ദ ഗട്ട്സ്. അതുപോലെ തന്നെ ജോണ്ടിസ് പോലുള്ള അസുഖം ഗട്ടിലുള്ള ബിലിറൂബിനെയൊക്കെ പുറന്തള്ളുന്നത് ഞാൻ പറഞ്ഞല്ലോ പെർജേറ്റീവ് എഫക്റ്റ് ഉണ്ടാവും ഈ കൊളസ്ട്രോൾ കാരണം. അതായത് ഫുള്ള് വയറ് നല്ല ക്ലീൻ ആക്കുന്ന ഒരു എഫക്റ്റാണ് ഉണ്ടാകുന്നത്. സോ അതുകൊണ്ട് ജോണ്ടിസ് തടയാൻ സഹായിക്കും. It stimulates the baby's immature intestine to develop in order to digest and absorb milk and prevent the absorption of undigested protein. സോ കുട്ടി ജനിക്കുമ്പോൾ അവൻ്റെ ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇമ്മച്യൂർ ആയിരിക്കും. സോ ഈ ഒരു കൊളസ്ട്രോളാണ് അതിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് പിന്നീടുള്ള ഡൈജഷനൊക്കെ സഹായിക്കുന്നത്, അല്ലെങ്കിൽ മിൽക്കിൻ്റെ അബ്സോർപ്ഷന് ഒക്കെ സഹായിക്കുന്നത്. അതുപോലെ അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള പ്രോട്ടീൻ കണ്ടൻറ്റിനെയൊക്കെ അബ്സോർബ് ചെയ്യാനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനൊക്കെ അതിൻ്റെ അബ്സോർപ്ഷനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് ആണ്. എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് 6 മാസം വരെയാണ് ഒരു എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് എന്ന് പറയുന്നത്. സോ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെച്ചിരിക്കും. എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് കാലഘട്ടം എന്ന് പറയുന്നത് ആദ്യത്തെ 6 മാസമാണ്. First 6 months mean that an infant receives only breast milk from his or her mother or a bed nurse or expressed breast milk and no other liquid or solid, not even water. So exclusive breast feeding ടൈമിൽ എന്താണ് 6 മാസം വരെ കുട്ടിക്ക് ബ്രസ്റ്റ് മിൽക്ക് മാത്രം കൊടുക്കുക. സോ ആ ഒരു ടൈമിൽ എന്ത് ചെയ്യുക, സോളിഡോ അല്ലെങ്കിൽ ലിക്വിഡോ ആയിട്ടുള്ള ഈവൻ വാട്ടർ പോലും കൊടുക്കരുതെന്നാണ് പറയുന്നത്. എന്നാലും പക്ഷെ കൊടുക്കാറുണ്ട്. പക്ഷേ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ വെള്ളം പോലും കുട്ടികൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ഈ പാലിൽ നിന്ന് തന്നെ എന്ത് കിട്ടുന്നുണ്ട്, വാട്ടറും എല്ലാം അവർക്ക് ആവശ്യമായിട്ടുള്ള വാട്ടറെല്ലാം കിട്ടുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ എക്സ്ക്ലൂസീവ് പീരീഡ് എന്ന് പറയുന്നത് 6 മാസം വരെയാണ്. ഈ ഒരു സമയത്ത് കുട്ടിക്ക് വേറെ ലിക്വിഡായിട്ടുള്ള മറ്റ് ഫ്രൂട്ട് ജ്യൂസുകൾ അങ്ങനത്തെ ഒന്നും കൊടുക്കാൻ പാടില്ല ഈ ഒരു 6 മാസം. ദ ഓൺലി എക്സെപ്ഷൻ ഇൻക്ലൂഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ. സോ ഓറൽ ORS, നമ്മൾ ORS ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ, ORS എന്ന് പറയുന്നത് ORS കൊടുക്കാം. പക്ഷേ വേറെ ഫ്രൂട്ട് ജ്യൂസുകൾ അങ്ങനത്തെ ഒന്നും സപ്ലിമെൻറ്റ്സുകളൊന്നും ജ്യൂസ് പോലുള്ള ഐറ്റംസ് അല്ലെങ്കിൽ പൊട്ടറ്റോ മാഷ് ചെയ്ത് കൊടുക്കുക. സോ ഇതൊക്കെ നോർമലി കണ്ടു. പക്ഷേ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ്ങിൽ എന്താണ് പറയുന്നത്, ഇതൊന്നും കൊടുക്കാൻ പാടില്ല. ബ്രസ്റ്റ് മിൽക്ക് മാത്രമാണ് ഈ ഒരു 6 മാസം വരെയും കൊടുക്കേണ്ടത്. പിന്നെ അതുപോലെ ഓറൽ വാക്സിൻസ് കൊടുക്കാം, വിറ്റമിൻസ്, മിനറൽസ്, സപ്ലിമെൻറ്റ്സ് ഓർ മെഡിസിൻസ്. സോ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള വാക്സിനേഷൻ അല്ലെങ്കിൽ ഇമ്മ്യൂണൈസേഷൻ ആവശ്യമായിട്ടുള്ള മെഡിസിൻസ് അങ്ങനത്തെയൊക്കെ ഇത് കൊടുക്കാം. പക്ഷേ ഫുഡ് ഐറ്റംസായിട്ട് സോളിഡോ ലിക്വിഡോ ചേർന്ന് മിൽക്ക് അല്ലാതെ മറ്റൊന്നും കൊടുക്കാൻ പാടില്ല. The following are the advantages of breastfeeding. Breast milk is the best natural food for babies. So advantages ആണ്. സോ നല്ല നാച്ചുറൽ ഫുഡാണ്, എപ്പോഴും അത് ക്ലീൻ ഫുഡായിരിക്കും. പ്രൊട്ടക്ട് ദ ബേബി ഫ്രം ഡിസീസസ്, മേക്ക് ദ ചൈൽഡ് മോർ ഇൻ്റലിജൻറ്റ്, അവൈലബിൾ 24 hours a day and require no special preparation. സോ കുട്ടിക്ക് ബുദ്ധിശക്തി കൂടാൻ നല്ലതാണ് ബ്രസ്റ്റ് മിൽക്ക്. അതുപോലെ തന്നെ ഇതിന് പ്രത്യേകിച്ച് ചിലവുകളൊന്നുമില്ല. 24 മണിക്കൂറും കുട്ടിക്ക് കൊടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. നേച്ചേഴ്സ് ഗിഫ്റ്റ് ടു ദ ഇൻഫൻറ്റ് ആൻഡ് ഡസ് നോട്ട് നീഡ് ടു ബി പർച്ചേസ്ഡ്. സോ നേച്ചർ ഗിഫ്റ്റാണല്ലേ കുട്ടിക്കുള്ള. സോ അത് പർച്ചേസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ബ്രസ്റ്റ് ഫീഡിങ് മേക്സ് എ സ്പെഷ്യൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മദർ ആൻഡ് ബേബി, ഹെൽപ്പ് പാരൻസ് ടു സ്പേസ് ദെയർ ചിൽഡ്രൻ ആൻഡ് ഹെൽപ്പ് മദർ ടു ഷെഡ് എക്സ്ട്രാ വെയിറ്റ് ഗെയിൻ ഡ്യൂറിങ് പ്രഗ്നൻസി. സോ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സമയത്ത് അമ്മയും കുട്ടിയും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ നമ്മൾ ലാക്ടേഷണൽ അമിനോറിയ എന്ന് പറയും. ഈ ഒരു സമയത്ത് അടുത്ത കുട്ടി എന്ത് ചെയ്യില്ല, ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന ടൈമിൽ അടുത്ത കുട്ടി ഡെവലപ്പ് ആവില്ല. സോ അതൊരു കുട്ടികളുടെ ഇടയിൽ ഒരു സ്പേസിങ് കൊടുക്കുന്നതിന് കാരണമാകുന്നു. അതുപോലെ തന്നെ ഈ പ്രഗ്നൻസി ടൈമിൽ ഗെയിൻ ചെയ്ത വെയിറ്റ് ഷെഡ് ചെയ്യാൻ ഈ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നത് കാരണം അമ്മയ്ക്ക് ബെനിഫിറ്റ് ഉണ്ട്.
ഇനി ബെനിഫിറ്റ് ഓഫ് ബ്രസ്റ്റ് ഫീഡിങ് ഫോർ ദ ബേബിയാണ് ഇംപ്രൂവ്ഡ് ഗ്രോത്ത് ആൻഡ് ന്യൂട്രീഷൻ സ്റ്റാറ്റസ്, ഇൻക്രീസ്ഡ് ബോണ്ടിങ്, ലെസ് ലൈക്ലി ടു ഡൈ, ലെസ് ഡയറിയ ആൻഡ് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ, ലെസ് സ്കാർ ഇൻഫെക്ഷൻസ്, ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ഡിസോർഡേഴ്സ്, സ്കിൻ കണ്ടീഷൻസ് ആൻഡ് സൈഡ്, improved cognitive and motor development, lower risk of overweight or obesity, lower risk of chronic disease, diabetes, heart disease, asthma, some cancer. So ഇതൊക്കെ ഓൾറെഡി നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളതാണ്. സോ ഇത്രയുമാണ് കുട്ടിക്ക് കിട്ടുന്ന ബെനിഫിറ്റ്. ഇനി അമ്മയ്ക്കെന്ന് പറയുമ്പോഴത്തേക്ക് മദർ ലെസ് ലൈക്ലി ടു ബിക്കം പ്രഗ്നൻറ്റ് ഇൻ ഏർലി മന്ത്സ്. സോ ഒരു കുട്ടി ഉണ്ടായി ഉടനെ തന്നെ കുട്ടി ഉണ്ടാവാൻ ചാൻസ് കുറവാണ് ബ്രസ്റ്റ് ഫീഡ് ചെയ്താൽ. ലോവർ റിസ്ക് ഓഫ് മെറ്റേണൽ ക്യാൻസേഴ്സ്, ഒവേറിയൻ അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ കുറയും. ഫാസ്റ്റർ മെറ്റേണൽ റിക്കവറി ആൻഡ് വെയിറ്റ് ലോസ് പോസ്റ്റ് പാർട്ടം. സോ വെയിറ്റ് ലോസിന് സഹായിക്കും. ലെസ് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ, ഡെലിവറിക്ക് ശേഷമുള്ള ഡിപ്രഷൻ കുറയ്ക്കാൻ ഈ ബ്രസ്റ്റ് ഫീഡിങ് സാധിക്കും. സോ ഇനി അടുത്ത കോംപ്ലിമെൻ്ററി ഫീഡിംഗ് ആണ്. കോംപ്ലിമെൻ്ററി ഫീഡിംഗ് മീൻസ് കോംപ്ലിമെൻറ്റിംഗ് സോളിഡ് ഓർ സെമി സോളിഡ് ഫുഡ് വിത്ത് ബ്രസ്റ്റ് മിൽക്ക് ആഫ്റ്റർ ചൈൽഡ് അറ്റൈൻ ഏജ് ഓഫ് 6 months. സോ ഒരു കുട്ടി എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് കഴിഞ്ഞ് അടുത്ത സ്റ്റേജ് 6 മാസം കഴിഞ്ഞിട്ടുള്ള ഫീഡിങ് സ്റ്റേജിനാണ് നമ്മൾ കോംപ്ലിമെൻ്ററി ഫീഡിംഗ് എന്ന് പറയുന്നത്. സോ ഈ ഒരു കുട്ടി 6 മാസം വരെയും പാല് മാത്രം കുടിച്ച കുട്ടി, അതിനുശേഷം നമ്മളവിടെ എന്ത് ചെയ്യാൻ തുടങ്ങുന്നു, ചെറിയ രീതിയിൽ ഫുഡ് കുട്ടിയുടെ വളർച്ചയ്ക്ക് അനുസരിച്ചുള്ള ന്യൂട്രീഷണൽ റിക്വയർമെൻറ്റ് അനുസരിച്ചുള്ള ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. സോ അതിനെയാണ് നമ്മൾ കോംപ്ലിമെൻ്ററി ഫീഡിംഗ് എന്ന് പറയുന്നത്. ആഫ്റ്റർ ദ ഏജ് ഓഫ് 6 months, ബ്രസ്റ്റ് മിൽക്ക് ഈസ് നോ ലോങ്ങർ സഫിഷ്യൻറ്റ് ടു മീറ്റ് ദ ന്യൂട്രീഷണൽ റിക്വയർമെൻറ്റ് ഓഫ് ഇൻഫൻറ്റ്. However, infants are vulnerable during the transition from exclusive breast milk to the introduction of complementary feeding over and over the breast milk. For ensuring that the nutritional need of a young child are met, breastfeeding must continue along with the appropriate complementary feeding. സോ ഒരു 6 മാസം കഴിയുമ്പോൾ കുട്ടിയുടെ ന്യൂട്രീഷണൽ നീഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ബ്രസ്റ്റ് മിൽക്ക് മാത്രം നിൽക്കില്ല. സോ അപ്പോൾ അഡീഷണലായിട്ട് നമ്മൾ ന്യൂട്രിയൻസ് കുട്ടിക്ക് പ്രൊവൈഡ് ചെയ്യണം. സോ അങ്ങനെ കൊടുക്കുന്ന ഫീഡിങ്ങിനെയാണ് നമ്മൾ കോംപ്ലിമെൻ്ററി ഫീഡിംഗ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ വീനിങ് എന്ന് പറയും. സോ അതുമായിട്ട് എന്ത് ചെയ്യരുത്, താരതമ്യം ചെയ്യരുത്. സോ കോംപ്ലിമെൻ്ററി ഫീഡിംഗ് എന്ന് പറയുമ്പോൾ അത് എങ്ങനെയായിരിക്കണമെന്ന് ചോദിച്ചാൽ അത് ടൈംലി ആയിരിക്കണം. മീനിങ് ദാറ്റ് ദേ ആർ ഇൻട്രൊഡ്യൂസ് വെൻ ദ നീഡ് ഫോർ എനർജി ആൻഡ് ന്യൂട്രിയൻ എക്സീഡ്സ് വാട്ട് ക്യാൻ ബി പ്രൊവൈഡഡ് ത്രൂ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ്. സോ കോംപ്ലിമെൻ്ററി ഫീഡിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ടൈംലി ആയിട്ടായിരിക്കണം അത് ചെയ്യേണ്ടത്, അത് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതെന്നാണ്. എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് കാരണം അല്ലെങ്കിൽ അത് മാക്സിമം ന്യൂട്രിയൻറ്റ് കുട്ടിക്കുള്ള എനർജി പ്രൊവൈഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എനർജിക്ക് ആവശ്യമായിട്ടുള്ളത് പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നുള്ള സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോംപ്ലിമെൻ്ററി ഫീഡിങ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. സോ അപ്പോൾ അത് ടൈംലി ആയിരിക്കണം അതെന്ത് ചെയ്യേണ്ടത്, കുട്ടിക്ക് ആ കോംപ്ലിമെൻ്ററി ഫീഡിങ് കൊടുക്കേണ്ടത്. അതുപോലെ അഡിക്വേറ്റ് ആയിട്ട് കൊടുക്കുക. മീനിങ് ദാറ്റ് ദേ പ്രൊവൈഡ് സഫിഷ്യൻറ്റ് എനർജി, പ്രോട്ടീൻ ആൻഡ് മൈക്രോ ന്യൂട്രിയൻ ടു മീറ്റ് എ ഗ്രോയിങ് ചൈൽഡ് ന്യൂട്രീഷണൽ നീഡ്സ്. സോ അഡിക്വേറ്റ് ആയിട്ടുള്ള കുട്ടിക്ക് എനർജി, പ്രോട്ടീൻ, സോ ഇങ്ങനെ ഇതെല്ലാം അടങ്ങുന്ന കുട്ടിയുടെ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് അടങ്ങുന്ന രീതിയിലുള്ള കോംപ്ലിമെൻ്ററി ഫീഡിങ് ആയിരിക്കണം അവിടെ എന്ത് ചെയ്യേണ്ടത്, കുട്ടിക്ക് അഡിക്വേറ്റ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കുക. അതുപോലെ സേഫ് ആയിട്ടുള്ളതായിരിക്കണം. മീനിങ് ദ ഫുഡ് ഈസ് ഹൈജീനിക്കലി പ്രിപ്പയർഡ്, സ്റ്റോർഡ് ആൻഡ് ഫെഡ് വിത്ത് ക്ലീൻ ഹാൻഡ് യൂസിങ് ക്ലീൻ യൂട്ടൻസിൽ ഇൻസ്റ്റീഡ് ഓഫ് ബോട്ടിൽസ് ആൻഡ് ഓർ ടെറ്റ്സ്. സോ നല്ല രീതിയിൽ ഹൈജീനിക് ആയിട്ടുള്ള രീതിയിലായിരിക്കണം കുട്ടിക്ക് ഫുഡ് കൊടുക്കാനുള്ള. സ്റ്റോർ ചെയ്യുന്നതാണെങ്കിലും ഫുഡ് ഏതാണോ, സിറിയൽസ് ആണോ അതാണോ ഏതാണെങ്കിലും അത് നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് ഹൈജീനിക്കായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഫുഡായിരിക്കണം കുട്ടിക്ക് കൊടുക്കേണ്ടത്. ഇനി ആക്റ്റീവ് ഫീഡിങ്. സ്റ്റൈൽസ് ഫോർ കോംപ്ലിമെൻ്ററി ഫീഡിങ് ആർ ഓൾസോ important. Appropriate feeding styles can provide significant learning opportunity through responsive caregiver interaction, enhancing brain development in most crucial first 3 years. സോ ആക്റ്റീവ് ഫീഡിംഗ് ആണ്. സോ ഈ ഒരു കുട്ടിയെ ഫീഡ് ചെയ്യുക അല്ലെങ്കിൽ കോംപ്ലിമെൻ്ററി ഫീഡിങ് സ്റ്റൈൽസ് എന്ത് ചെയ്യുന്നുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടിക്ക് അതിൽ നിന്ന് പല കാര്യങ്ങൾ പഠിച്ചെടുക്കാനുള്ളൊരിതുണ്ട് അല്ലേ. ആക്റ്റീവ് ഫീഡിങ് നമുക്ക് കുട്ടിക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം അവൻ ചോദിക്കുന്ന സമയത്ത് മാത്രം അത് കൊടുക്കാൻ ശ്രമിക്കുക. സോ അതിലൂടെ അവൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് വരും. സോ അപ്പോൾ അവൻ മനസ്സിലാവും വിശക്കുമ്പോൾ കരയണം അല്ലെങ്കിൽ വിശക്കുമ്പോൾ അത് കാണിക്കുമ്പോൾ അത് കിട്ടും എന്നുള്ള കാര്യം
പഠിച്ചെടുക്കും. സോ അപ്പോൾ ആക്റ്റീവ് ഫീഡിങ് ആയിരിക്കണം ഈ ഒരു കോംപ്ലിമെൻ്ററി ഫീഡിങ് ടൈമിൽ ചെയ്യേണ്ടത്. ഇനി ബെനിഫിറ്റ്സ് ഓഫ് ഒപ്റ്റിമൽ കോംപ്ലിമെൻ്ററി ഫീഡിങ്. സോ കോംപ്ലിമെൻ്ററി ഫീഡിംഗ് എന്ന് പറയുമ്പോൾ എപ്പോഴും ടൈംലി അഡിക്വേറ്റ് ആയിരിക്കണം, അപ്രോപ്രിയേറ്റ് ആയിരിക്കണം, സേഫ് ആയിരിക്കണം. സോ അങ്ങനെ നമ്മൾ കോംപ്ലിമെൻ്ററി ഫീഡിങ് ചെയ്യുന്നത്, അതായത് എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ ഇപ്പം 6 മാസം എത്തുമ്പം കോംപ്ലിമെൻ്ററി ഫീഡിങ് എത്തുമ്പം ബ്രസ്റ്റ് മിൽക്ക് അല്ലെങ്കിൽ ഫീഡിങ് നിർത്തണമെന്നല്ല, ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ കൂടെ എന്ത് ചെയ്യുക, കോംപ്ലിമെൻ്ററി ഫുഡും കൂടെ ആഡ് ചെയ്യുക. സോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ലെസ് ലൈക്ലി ടു ഡൈ. സോ മരണനിരക്ക് കുറയ്ക്കാം, ഒപ്റ്റിമൽ ഗ്രോത്ത്, നല്ല വളർച്ചയുണ്ടാകും കുട്ടിക്ക്. സോ അതുപോലെ ഡയറിയ അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഒക്കെ കുറയും. പ്രിവെൻഷൻ ഓഫ് സ്റ്റണ്ടിങ് ആൻഡ് അക്യൂട്ട് മാൽന്യൂട്രീഷൻ. സോ മാൽന്യൂട്രീഷൻസ് കാരണം വരുന്ന അസുഖങ്ങളൊക്കെ ഉണ്ടല്ലോ, സോ അതൊക്കെ കുറയ്ക്കാം. ഇംപ്രൂവ്ഡ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യാം, ഒബിസിറ്റി കുറവ് പ്രിവെൻറ്റ് ചെയ്യാം, അനീമിയയുടെ റിസ്ക് വരില്ല. പിന്നെ അതുപോലെ ലെസ് റിസ്ക് ഓഫ് സിങ്ക് ആൻഡ് അതർ മൈക്രോ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി, മറ്റ് മൈക്രോ ന്യൂട്രിയൻ ഡെഫിഷ്യൻസിയുടെ ചാൻസ് കുറവായിരിക്കും. ഇംപ്രൂവ്ഡ് പ്രൊഡക്ടിവിറ്റി ആൻഡ് എക്കണോമിക് സ്റ്റാറ്റസ്, ബെറ്റർ സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ്. സോ ഇത്രയുമാണ് ബെനിഫിറ്റ്സ് ഓഫ് ഒപ്റ്റിമൽ കോംപ്ലിമെൻ്ററി ഫീഡിങ് എന്ന് പറയുന്നത്. ഇനി ഫസ്റ്റ് ഫുഡ് ഫോർ ദ ബേബി. ഇനി എന്താണ് ഒരു കുട്ടിക്ക് ഫസ്റ്റ് നമ്മൾ കൊടുക്കേണ്ട ഫുഡ്? സോ അതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. The staple cereals of the family should be used to make the first food for an infant. Porridge can be made with the suji, semolina, broken wheat, atta or wheat flour, ground rice, ragi, millet, etc. by using a little water or milk if available. So ഫസ്റ്റ് കുട്ടിക്ക് കൊടുക്കേണ്ട ഫുഡെന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സ്റ്റേപ്പിൾ ഫുഡ്. നമ്മൾ എവിടെയാണോ നമ്മുടെ ആ രാജ്യത്തെ സ്റ്റേപ്പിൾ ഫുഡ് എന്താണോ അതാണ് അവിടെ കൊടുക്കേണ്ടത്. സോ അത് എന്തായിട്ട് കൊടുക്കാം? നമുക്ക് പൊറിഡ്ജ് പോലെ, കഞ്ഞി പോലെയൊക്കെ ആക്കി കൊടുക്കാം. സൂചി ഗോതമ്പിൻ്റെ അല്ലെങ്കിൽ റവയുടേത്, അല്ലെങ്കിൽ ബ്രോക്കൺ വീറ്റ്, സെമോളിന അല്ലെങ്കിൽ ആട്ട, വീറ്റ് ഫ്ലോറൊന്നും മൈദയൊന്നും അധികം കൊടുക്കാറില്ല. സോ അപ്പം റൈസ്, ചോറ്, റാഗി, മില്ലറ്റ്, സോ ഇതൊക്കെ കൊടുക്കാം. സോ അതിൽ എന്താണ് കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ മിൽക്കോ ഒഴിച്ച് കുട്ടികൾക്ക് കൊടുക്കാം. റോസ്റ്റഡ് ഫ്ലോർ ഓഫ് എനി സിറിയൽ ക്യാൻ ബി മിക്സ്ഡ് വിത്ത് ബോയിൽ വാട്ടർ, ഷുഗർ ആൻഡ് എ ലിറ്റിൽ ഫാറ്റ് ടു മേക്ക് ദ ഫസ്റ്റ് കോംപ്ലിമെൻ്ററി ഫുഡ് ഫോർ ദ ബേബി ആൻഡ് കുഡ് ബി സ്റ്റാർട്ടഡ് ഓൺ ദ ഡേ ദ ചൈൽഡ് ബിക്കം 6 months ഓൾഡ്. സോ 6 months ആകുമ്പോഴത്തേക്ക് കുട്ടിക്ക് ഈ രീതിയിൽ കൊടുക്കാം അല്ലേ. സിറിയൽസ്, അതായത് റോസ്റ്റഡ് ഫ്ലോർ അല്ലെങ്കിൽ അരി, ചോറ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഷുഗർ, വാട്ടർ, ഫാറ്റ്, നെയ്യൊക്കെ ഒഴിച്ച് കുട്ടിക്ക് കൊടുക്കാം. 6 മാസം തൊട്ട് എന്ത് ചെയ്യാം, കൊടുക്കാം. ലിറ്റിൽ ഫാറ്റ് ഒക്കെ അടങ്ങിയ ഫുഡ് കൊടുക്കാം. സോ ആഡിങ് ഷുഗർ ഓർ ജാഗരി ആൻഡ് ഗീ ഓർ ഓയിൽ ഈസ് ഇമ്പോർട്ടൻറ്റ് ആസ് ഇറ്റ് ഇൻക്രീസസ് ദ എനർജി വാല്യൂ ഓഫ് ദ ഫുഡ്. സോ നെയ്യ് ഒഴിച്ചത് അല്ലെങ്കിൽ പഞ്ചസാര, ശർക്കര, ഇങ്ങനെയുള്ള ഫുഡൊക്കെ 6 മാസത്തിന് ശേഷമുള്ള കാര്യമാണ് പറയുന്നത്. സോ അപ്പോൾ ആ സമയത്തൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടിയുടെ എനർജി വാല്യൂ കൂട്ടാം, ഫുഡിലൂടെ കിട്ടേണ്ട എനർജി വാല്യൂ കൂട്ടാം. ഇൻ ദ ബിഗിനിങ് ദ പൊറിഡ്ജ് കുഡ് ബി മെയ്ഡ് എ ലിറ്റിൽ തിന്നർ, ബട്ട് ആസ് ദ ചൈൽഡ് ഗ്രോസ് ഓൾഡർ ദ കൺസിസ്റ്റൻസി ഹാസ് ടു ബി തിക്ക്. സോ ആദ്യത്തെ 6 മാസം സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ നല്ല കട്ടിക്ക് കഞ്ഞിയാക്കി കൊടുക്കുക എന്നല്ല. സോ എന്താണ്, കുറച്ച് വെള്ളമായിട്ട് ലൂസായിട്ട് ആദ്യം കൊടുക്കുക. സോ പിന്നീടാണ് എന്ത് ചെയ്യേണ്ടത്, ആദ്യം ചോറൊക്കെ വെച്ച് നല്ല അരച്ച് വെള്ളമാക്കി കൊടുക്കുക. പിന്നീട് എന്തെങ്കിലും കൺസിസ്റ്റൻസി കൂട്ടുക, കട്ടിയാക്കി അവസാനം ചോറായിട്ട് കൊടുക്കാം. എ തിക്ക് പൊറിഡ്ജ് ഇസ് മോർ ന്യൂട്രീഷ്യസ് ദാൻ എ തിൻ വൺ. സോ പക്ഷേ ന്യൂട്രീഷ്യസ് എന്ന് പറയുന്നത് ഏതാണ്, തിക്കായിട്ട് കട്ടിയായിട്ടിരിക്കുന്ന ചോറ് തന്നെയാണ്. ഇൻ കേസ് എ ഫാമിലി കനോട്ട് പ്രിപ്പയർ ദ പൊറിഡ്ജ് ഫോർ ദ ഇൻഫൻറ്റ് സെപ്പറേറ്റ്ലി, പീസസ് ഓഫ് ഹാഫ് ചപ്പാത്തി could be soaked in half a cup of milk or boiled water, mashed properly and fed to the baby after adding sugar and fat. Soaked and mashed chapati could be passed through a sieve so as to get a soft semi-solid food for the infant. സോ ഇപ്പോൾ ചോറ് കൊടുക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ കഞ്ഞി കൊടുക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ എന്താ, നമുക്ക് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയിട്ട് അത് വെള്ളത്തിലോ പാലിലോ ഒക്കെ കുതിർത്ത് വെച്ച് അത് അരച്ചു കൊടുക്കാം. സോ അതുപോലെ ഫ്രൂട്ട് ലൈക്ക് ബനാന, പപ്പായ, ചിക്കു, മാംഗോ എക്സെട്ര കുഡ് ബി ഗിവൻ അറ്റ് ദിസ് ഏജ് ഇൻ മാഷ്ഡ് ഫോം. സോ ഏത്തക്കയും പപ്പായയും അങ്ങനെയുള്ള ഫ്രൂട്ട്സുകളൊക്കെ, മാംഗോ, ഫ്ലഷസ് ആയിട്ടുള്ള ഫ്രൂട്ട്സുകളൊക്കെ നമുക്ക് മാഷ് ചെയ്ത് അരച്ച് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും. നെക്സ്റ്റ് ഫുഡ്, ഇൻഫൻസിന് കൊടുക്കുന്ന ഫുഡാണ് ട്രഡീഷണൽ ഫുഡ്സ്. വൺസ് ദ ചൈൽഡ് ഈസ് ഈറ്റിംഗ് ദ സിറിയൽ പൊറിഡ്ജ് വെൽ, മിക്സ്ഡ് ഫുഡ് ഇൻക്ലൂഡിംഗ് കുക്ക്ഡ് സിറിയൽ, പൾസസ് ആൻഡ് വെജിറ്റബിൾസ് കുഡ് ബി ഗിവൻ ടു ദ ചൈൽഡ്. മോസ്റ്റ് ട്രഡീഷണൽ ഫുഡ് ഗിവൻ ടു ഇൻഫൻറ്റ് ഇൻ ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദ കൺട്രി ആർ എക്സാമ്പിൾസ് ഓഫ് മിക്സഡ് ഫുഡ്സ് ലൈക്ക് കിച്ചടി, ഡാലിയ, സുജിക്കീർ, ഉപ്പുമ, ഇഡ്ഡലി, ദോക്ല, ബാട്ട്, ബജി. Sometimes traditional foods are given after a little modification so as to make the food more suitable for the child. സോ കുറച്ച് കുട്ടികൾക്ക് അങ്ങനത്തെ ട്രഡീഷണൽ ഫുഡ്സ് നമ്മൾ ഉണ്ടാക്കുന്ന കിച്ചടി പോലുള്ള അല്ലെങ്കിൽ ഉപ്പുമാ, സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യാം. സോ പിന്നെ അതുപോലെ മോഡിഫൈഡ് ഫാമിലി ഫുഡ്സ് കാണാം.
സോ അടുത്ത മോഡിഫൈഡ് ഫാമിലി ഫുഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും എന്തായാലും വീടുകളിൽ എന്ത് ചെയ്യും, നമ്മൾ ബേസായിട്ട് ഒരു റൈസോ അല്ലെങ്കിൽ റൊട്ടിയോ അങ്ങനെ എന്തെങ്കിലും ബേസായിട്ട് പ്രിപ്പയർ ചെയ്യും. അതുപോലെ പൾസസ്, അതിന് ആവശ്യമായിട്ടുള്ള കറികളും പ്രിപ്പയർ ഉണ്ട്, വെജിറ്റബിൾ പ്രിപ്പറേഷൻസ്, പൾസസ്, ദാൽ കറിയോ, സോ അങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യാറുണ്ട് അല്ലേ. സോ അപ്പോൾ അതിൻ്റെ കൂടെ അപ്പം നമ്മൾ സ്പൈസ് ഒക്കെ ആഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇപ്പം പൊട്ടറ്റോ മാത്രം നമ്മൾ വേവിക്കുകയാണെങ്കിൽ അത് മാത്രം കുട്ടികൾക്ക് മാറ്റി, നമ്മൾ സ്പൈസസ് ഒക്കെ ഒരുപാട് ആഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അവർക്ക് വേണ്ടി മാത്രം പൊട്ടറ്റോ മാറ്റി ഉപ്പും അല്ലെങ്കിൽ ടർമറിക്കൊക്കെ ഇട്ട് മാത്രം അതിൽ ഫാമിലി ഫുഡിൽ നിന്ന് കുറച്ച് മോഡിഫിക്കേഷൻ വരുത്തി ഒരുപാട് സ്പൈസസ് ആഡ് ചെയ്യാതെ കുട്ടികൾക്ക് കൊടുക്കാം അല്ലേ. For preparing a complementary food for the infant from the food cooked for the family, a small amount of dal or vegetable preparation should be separated before adding spices to it. Piece of chapati could be soaked in half a katori of dal and some vegetable if available. The mixture could be mashed well and fed to the baby after adding a little oil. If necessary, the mixture could be passed through a sieve to get a semi-solid paste. The rice or wheat preparation could be mixed with the pulse or vegetable to make a nutritious complementary food for the infant. In modifying family food is one of the most effective way of ensuring complementary feeding of infants. So നമ്മൾ ഫാമിലിയിൽ ഉണ്ടാക്കുന്ന ഫുഡിൽ കുറേ മോഡിഫിക്കേഷൻസ് വരുത്തി കുട്ടിക്ക് എന്താണ് അവനാവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻസ് കിട്ടുന്ന രീതിയിൽ ചെയ്യാം. സോ ചപ്പാത്തി ആണെങ്കിൽ അല്ലെങ്കിൽ ചോറിൻ്റെ അകത്ത് മിക്സ് ചെയ്ത് രണ്ടും കൂടെ പേസ്റ്റാക്കി കുട്ടിക്ക് കൊടുക്കാം. നെക്സ്റ്റ് ആണ് ഇൻസ്റ്റൻറ്റ് ഇൻഫൻറ്റ് ഫുഡ്സ് എന്ന് പറയുന്നത്. സോ ഇതിൽ നമ്മൾ മെയിനായിട്ട് നമ്മൾ ഫുഡ് ഗ്രെയിൻസ് പൊടിച്ചൊക്കെ വെക്കുന്നത്, ബനാന പൊടി, ഏത്തയ്ക്കാപ്പൊടിയൊക്കെ കുറുക്കുക, അല്ലെങ്കിൽ റാഗി ഫ്ലോർ. സോ ഇൻസ്റ്റൻ്റായിട്ട് കുട്ടിക്ക് വിശക്കുമ്പോൾ സമയം നമുക്ക് കുറുക്ക് പോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. സോ അതാണ് ഇൻസ്റ്റൻറ്റ് ഇൻഫൻറ്റ് ഫുഡ്സ് എന്ന് പറയുന്നത്. സോ മിക്സസ് ക്യാൻ ബി മെയ്ഡ് അറ്റ് ഹോം ഫ്രം ഫുഡ് ഗ്രെയിൻസ് അവൈലബിൾ ഇൻ ദ ഹൗസ് ഹോൾഡ്. ദിസ് മിക്സസ് ക്യാൻ ബി സ്റ്റോർഡ് at least for a month and enable frequent feeding of infant. This is a sattu-like preparation which is quite familiar in Indian community. One can take 3 part of any cereal or millet, 1 part of any pulse and half part of groundnuts or white till if available. The food item should be roasted separately, ground, mixed properly and stored in air conditioner. For feeding, take 2 tablespoons of infant food mix and boiled hot water or milk, sugar or jaggery or oil or ghee and mix well. Cooked and mashed carrot, pumpkin or green leafy vegetables could be added to the porridge if available. So instant ആയിട്ട് കുട്ടിക്ക് നമുക്ക് നേരത്തെ സ്റ്റോർ ചെയ്തൊക്കെയൊക്കെ ഉണക്കി പൊടിച്ച് വെക്കുക, റാഗി, സോ അതല്ലെങ്കിൽ പല ടൈപ്പിലുള്ള ബേബി ഫുഡുകളൊക്കെ ഉണ്ടല്ലോ. സോ അതൊക്കെയാണ് ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് അതെടുത്ത് വെള്ളത്തിൽ ചൂടാക്കി അല്ലെങ്കിൽ പാലും ഒക്കെ ഒഴിച്ച് കലക്കി കൊടുക്കാം. സോ അതുപോലെ അല്ലെങ്കിൽ ക്യാരറ്റ് പംകിനൊക്കെ മാഷ് ചെയ്ത് അതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് സോ കൊടുക്കാം. സോ അതാണ് ഇൻസ്റ്റൻറ്റ് ഇൻഫൻറ്റ് ഫുഡ്. ഇനി പ്രൊട്ടക്റ്റീവ് ഫുഡ്സ് എന്ന് പറയും. ബിസൈഡ് മോഡിഫൈഡ് ഫാമിലി ഫുഡ് ആൻഡ് റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇൻഫൻറ്റ് ഫുഡ് മിക്സസ്, പ്രൊട്ടക്റ്റീവ് ഫുഡ് ലൈക്ക് മിൽക്ക്, കേർഡ്, ലസ്സി, എഗ്, ഫിഷ്, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആർ ഓൾസോ ഇമ്പോർട്ടൻറ്റ് ടു ഹെൽപ്പ് ഇൻ ഹെൽത്തി ഗ്രോത്ത് ഓഫ് ദ ഇൻഫൻറ്റ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം റൈസും ദാലും മാത്രം കൊടുത്താൽ പോലെ കുട്ടിയുടെ പ്രൊട്ടക്ഷൻ ആവശ്യമായിട്ടുള്ള ഫുഡ് ഐറ്റംസും പ്രൊട്ടക്റ്റീവ് ഫുഡ്സ് കൊടുക്കണം. അതായത് പാല്, കേർഡ്, സോ ലസ്സി അല്ലെങ്കിൽ എഗ്, ഫിഷ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഇതെല്ലാം കുട്ടികൾക്ക് വളർച്ചയ്ക്ക് ആവശ്യമാണ്. ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ക്യാരറ്റ്സ്, പംകിൻ ആൻഡ് സീസണൽ ഫ്രൂട്ട്സ് ലൈക്ക് മാംഗോ, പപ്പായ, ചിക്കു, സോ ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം കുട്ടികൾക്ക് കൊടുക്കണം. ഇമ്പോർട്ടൻറ്റ് ടു എൻഷ്യൂർ ഗുഡ് വിറ്റമിൻ എ ആൻഡ് അയൺ സ്റ്റാറ്റസ് ഓഫ് ദ ചൈൽഡ്. കുട്ടിയുടെ വിറ്റമിൻ എയുടെ ഇതിനും അതുപോലെ അയൺ സ്റ്റാറ്റസിനും ഒക്കെ ഇതുപോലുള്ള ന്യൂട്രിയൻസ് അടങ്ങിയ ഫുഡുകൾ കുട്ടിക്ക് പ്രൊവൈഡ് ചെയ്യുക. ബേബി നീഡ്സ് ഓൾ ഫുഡ് ഫ്രം 6 months നെയിംലി. സോ 6 മാസം തൊട്ട് എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് കഴിഞ്ഞ് കുട്ടിക്ക് എന്ത് ചെയ്യണം, കോംപ്ലിമെൻ്ററി ഫീഡിങ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങണം. സോ അന്ന് അവിടെ തൊട്ട് കുട്ടിക്ക് സിറിയൽസും പൾസസും വെജിറ്റബിൾസും particularly green leafy vegetables, fruits, milk പ്രോഡക്റ്റുകൾ, എഗ്, മീറ്റ്, ഫിഷ്. സോ ഇഫ് നോട്ട് വെജിറ്റേറിയൻ, ഓയിൽ ഓർ ഗീ, ഷുഗർ, അയഡൈസ്ഡ് സോൾട്ട് ഇൻ അഡീഷൻ ടു ബ്രസ്റ്റ് ഫീഡിങ്. സോ ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ കൂടെ തന്നെ അഡീഷണലായിട്ട് എന്ത് ചെയ്യണം, ഇതെല്ലാം കൊടുക്കണം. സോ ഇതാണ് ഒരു ഡൈവേഴ്സിഫൈഡ് ഡയറ്റ് ഓഫ് ഇൻഫൻറ്റ് അലോങ് വിത്ത് ബ്രസ്റ്റ് ഫീഡിങ് വിൽ ഓൾസോ ഇംപ്രൂവ് ദ മൈക്രോ ന്യൂട്രിയൻ സ്റ്റാറ്റസ് ഓഫ് ദ ചൈൽഡ്. സോ ഒരു കുട്ടിക്ക് ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ കൂടെ ഡൈവേഴ്സിഫൈഡ് പല ഏരിയയിലുള്ള ന്യൂട്രിയൻസ് കൊടുക്കുന്നത് വഴി കുട്ടിക്കുള്ള മൈക്രോ ന്യൂട്രിയൻസ് കാരണമുള്ള ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സൊക്കെ മാറ്റാൻ കാരണമാകും. സോ ഇതിൽ നമുക്ക് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഡിസീസൊക്കെ പറയുന്നത്, അതായത് വൈറ്റമിൻസ്, മിനറൽസ്, സോ അതിൻ്റെ ഓരോ ഡെഫിഷ്യൻസി കാരണം എന്തൊക്കെ അസുഖങ്ങൾ വരും. സോ അതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സെപ്പറേറ്റ് വീഡിയോസായിട്ട് ചെയ്തിട്ടുണ്ട്. സോ അത് സെൻഡ് ചെയ്യും.
സോ അടുത്ത എനർജി ഡെൻസിറ്റി ഓഫ് ഇൻഫൻറ്റ് ഫുഡാണ്. ലോ എനർജി ഡെൻസിറ്റി ഓഫ് കോംപ്ലിമെൻ്ററി ഫുഡ് ഗിവൺ ടു യങ് ചിൽഡ്രൻ ആൻഡ് ലോ ഫ്രീക്വൻസി ഓഫ് ഫീഡിങ് റിസൾട്ട് ഇൻ ഇൻഅഡിക്വേറ്റ് കാലറി ഇൻടേക്ക് ആൻഡ് ദസ് ദ മാൽ ന്യൂട്രീഷൻ. കുട്ടിക്ക് എനർജി കിട്ടാത്ത അല്ലെങ്കിൽ കൊടുക്കുന്ന ഫുഡ് കോംപ്ലിമെൻ്ററി ഫുഡ് അല്ലെങ്കിൽ ഫ്രീക്വൻസി എപ്പോഴും കൊടുക്കാതെ ഇടയ്ക്കിടയ്ക്ക് മാത്രം അല്ലെങ്കിൽ ഒരു നേരം കൊടുക്കുക അല്ലെങ്കിൽ വല്ലപ്പോഴും കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് കുട്ടിക്ക് എന്ത് ചെയ്തില്ല, ആവശ്യമുള്ള ന്യൂട്രീഷൻ കുട്ടിക്ക് കിട്ടാതെ വരും. ദി മോസ്റ്റ് ഓഫ് ദ ഫുഡ് ആർ ബൾക്കി ആൻഡ് എ ചൈൽഡ് കനോട്ട് ഈറ്റ് മോർ അറ്റ് എ ടൈം. സോ ഒരു സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഫുഡ് എപ്പോഴും ഒരുപാട് ഓവറായിട്ട് കൊടുക്കരുത്. സോ കുറച്ച് ഫ്രീക്വൻ്റ് ആയിട്ട് കൊടുക്കുക. ഒരൊറ്റ സമയത്ത് ഒരുപാട് കൊടുത്തു കഴിയുമ്പോൾ അവന് വയറ് ബൾക്കി ആയിട്ട് തോന്നും. ഹെൻസ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഗിവ് സ്മോൾ എനർജി ഡെൻസ് ഫീഡ് അറ്റ് ഫ്രീക്വൻറ്റ് ഇൻ്റർവെൽസ്. സോ അതുകൊണ്ട് തന്നെ ഇടവിട്ട് എന്ത് ചെയ്യുക, ചെറിയ രീതിയിൽ ഫുഡുകൾ കൊടുത്തുകൊണ്ടിരിക്കുക. ഒന്നിച്ച് 3 നേരം കൊടുക്കത്തുള്ളൂ. അപ്പം ആ ഒരു നേരം ഒന്നിച്ച് ഒരുപാട് കൊടുക്കാതെ അതിനെ തന്നെ രണ്ടോ മൂന്നോ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഓരോ മണിക്കൂറോ 2 മണിക്കൂർ ഇടവിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കുക. സോ അതുവഴി അവന് എനർജി ഡെൻസിറ്റി കൂട്ടാൻ പറ്റും. Infants and young children need to be fed 5 to 6 times a day in addition to breastfeeding. സോ കോംപ്ലിമെൻ്ററി ഫീഡിങ് ആകുമ്പോഴത്തേക്ക് ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ കൂടെ അഡീഷണലായിട്ട് 5-6 പ്രാവശ്യം കുട്ടികൾക്ക് എന്ത് ചെയ്യുക, അഡീഷണലായിട്ട് ഫീഡ് ചെയ്യുക. ഇറ്റ് മസ്റ്റ് ബി റിമെമ്പേർഡ് ദാറ്റ് ഇൻഅഡിക്വേറ്റ് ഫീഡിങ് ഓഫ് ഇൻഫൻറ്റ് ആൻഡ് യങ് ചിൽഡ്രൻ ഡ്യൂറിങ് ദ ഫസ്റ്റ് 2 years ഇസ് മെയിൻ കോസ് ഓഫ് മാൽ ന്യൂട്രീഷൻ. ആദ്യത്തെ 2 വയസ്സിനിടയിൽ കുട്ടികൾക്ക് കിട്ടാതെ വരുന്നത് ന്യൂട്രിയൻസിൻ്റെ ഡെഫിഷ്യൻസി കാരണമാണ് കുട്ടികളിൽ മാൽ ന്യൂട്രീഷൻ ഉണ്ടാകുന്നത്. അടുത്ത കണ്ടിന്യൂഡ് ബ്രസ്റ്റ് ഫീഡിങ് ക്യാൻ ബി, ഇനി എത്ര എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് 6 months ആണ്. സോ അപ്പോൾ 6 months എത്തുമ്പം ബ്രസ്റ്റ് ഫീഡ് നിർത്തണമെന്നില്ല. എന്ത് ചെയ്യാം, നമുക്ക് 2 വയസ്സ് വരെ അല്ലെങ്കിൽ അത് കഴിഞ്ഞോ കുട്ടി കുടിക്കുന്ന അത്രയും 2 വയസ്സ് കഴിഞ്ഞ് വേണമെങ്കിലും എന്ത് ചെയ്യാം, ബ്രസ്റ്റ് ഫീഡ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാം. കണ്ടിന്യൂയിങ് ബ്രസ്റ്റ് ഫീഡിങ് വൈൽ ഗിവിങ് അഡിക്വേറ്റ് കോംപ്ലിമെൻ്ററി ഫുഡ് ടു ദ ബേബി പ്രൊവൈഡ്സ് ഓൾ ദ ബെനിഫിറ്റ് ഓഫ് ബ്രസ്റ്റ് ഫീഡിങ് ടു ദ ബേബി. സോ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 2 വയസ്സായ കുട്ടിക്കും ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നതുകൊണ്ട് ഫുഡ് കൊടുക്കണ്ടെന്നല്ല, അവന് പ്രോപ്പറായിട്ട് ഫുഡിൽ നിന്ന് കിട്ടേണ്ട അത്രയും കൊടുക്കുക. പക്ഷേ സപ്ലിമെൻ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ബ്രസ്റ്റ് ഫീഡും ചെയ്യാം. സോ അതാണ് പറയുന്നത്. ഇൻ അതർ വേർഡ്സ് ദ ചൈൽഡ് ഗെറ്റ് എനർജി, ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ, വിറ്റമിൻ എ, ആൻറ്റി ഇൻഫെക്റ്റീവ് പ്രോപ്പർട്ടീസ് ആൻഡ് അതർ ന്യൂട്രിയൻസ് ബിസൈഡ് അച്ചീവിങ് ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ ഫ്രം ദ ബ്രസ്റ്റ് ഫീഡിങ് മച്ച് നീഡഡ് ഫോർ ഒപ്റ്റിമം ഡെവലപ്മെൻറ്റ് ഓഫ് ദ ചൈൽഡ്. സോ കുട്ടിക്ക് നേരത്തെ പറഞ്ഞ ബ്രസ്റ്റ് മിൽക്കിൽ നിന്ന് കിട്ടുന്ന പ്രൊട്ടക്റ്റീവ് ഫങ്ഷൻസ് അല്ലാതെ ആ ഒരു ഇമോഷണൽ സാറ്റിസ്ഫാക്ഷനും കൂടെ കിട്ടും ഈ 2 വയസ്സ് വരെയൊക്കെ ബ്രസ്റ്റ് ഫീഡിങ് കണ്ടിന്യൂ ചെയ്താൽ. ബ്രസ്റ്റ് ഫീഡിങ് എസ്പെഷ്യലി അറ്റ് നൈറ്റ് എൻഷുവേഴ്സ് സസ്റ്റെയിൻഡ് ലാക്ടേഷൻ. സോ രാത്രി സമയങ്ങളിലുള്ള ബ്രസ്റ്റ് ഫീഡിങ് കുട്ടികളിൽ സസ്റ്റെയിൻഡ് ലാക്ടേഷന് സഹായിക്കും. ഇൻ ദ ബിഗിനിങ് വെൻ ദ കോംപ്ലിമെൻ്ററി ഫുഡ്സ് ആർ ഇൻട്രൊഡ്യൂസ്ഡ് ആഫ്റ്റർ 6 months of age, the complementary food should be fed when the infant is hungry. As the child starts taking complementary food well, the child should given breastfeeding first and then the complementary food. This will ensure adequate lactation. So ഈ ഒരു ആദ്യത്തെ സമയത്ത് കോംപ്ലിമെൻ്ററി ഫുഡ് നമ്മൾ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് കുട്ടി വിശക്കുന്ന സമയത്ത് കൊടുക്കുക. കോംപ്ലിമെൻ്ററി ഫുഡ് എടുക്കുന്ന സമയത്ത് ആദ്യം ബ്രസ്റ്റ് ഫീഡ് ചെയ്തിട്ട് പിന്നീട് കോംപ്ലിമെൻ്ററി ഫുഡ് കൊടുക്കുക. സോ അതാകുമ്പോഴത്തേക്ക് അവൻ പ്രോപ്പറായിട്ടുള്ള ലാക്ടേഷനും നടക്കും, അവന് കോംപ്ലിമെൻ്റ് ആയിട്ട് ഫുഡും കിട്ടും. സോ ആക്റ്റീവ് ഫീഡിങ് എന്താണ്? ആക്റ്റീവ് ഫീഡിങ് അഡോപ്റ്റിംഗ് കെയറിങ് ആറ്റിറ്റ്യൂഡ് വൈൽ ഫീഡിങ് ദ ബേബി ലൈക്ക് ടോക്കിംഗ് ടു ദ ചൈൽഡ്. സോ ഒരു ഫീഡ് ചെയ്യുന്ന സമയത്ത് കുട്ടിയോട് നമ്മൾ കാണിക്കുന്ന ആ ഒരു കെയറിങ് ആറ്റിറ്റ്യൂഡ്, ഇതിനെയൊക്കെയാണ് നമ്മൾ ആക്റ്റീവ് ഫീഡിങ് എന്ന് പറയുന്നത്. കുട്ടിയോട് സംസാരിക്കുക, സോ അവനോട് കളിക്കുക, അല്ലെങ്കിൽ അവനെ സ്റ്റിമുലേറ്റ് ചെയ്യുക. സോ അങ്ങനെ പല രീതിയിലൂടെ എന്ത് ചെയ്യാം, ഫീഡിങ് ആക്റ്റീവ് ആക്കാം. പ്ലേയിങ് വിത്ത് ദ ചൈൽഡ് സ്റ്റിമുലേറ്റ് അപ്പിറ്റേറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ്. 1 to 2 year old child should be given food on a separate plate and encouraged to eat on its own. സോ 2 വയസ്സ് കഴിയുന്ന കുട്ടികൾക്ക് അവർക്ക് എന്ത് ചെയ്യുക, സെപ്പറേറ്റ് പ്ലേറ്റ് കൊടുത്ത് അവർ തന്നെ കഴിക്കാനുള്ളൊരു ഇതിലോട്ട് എത്തുക. ഈറ്റിംഗ് അറ്റ് ദ സെയിം ടൈം അറ്റ് ദ സെയിം പ്ലേസ് ഓൾസോ ഹെൽപ്സ് ഇൻ ഇംപ്രൂവിങ് അപ്പറ്റേറ്റ് ആൻഡ് അവോയ്ഡ് ഡിസ്ട്രാക്ഷൻ. സോ ഒരേ സമയത്ത് ഒരേ ഇടത്തിരുന്ന് കഴിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അവന് ആ ഒരു വിശപ്പ് ഉണ്ടാകാനുള്ള അല്ലെങ്കിൽ ഡിസ്ട്രാക്ഷൻസ് ഒഴിവാകാൻ സഹായിക്കും. ഇനി ഒപ്റ്റിമൽ IYCF പ്രാക്ടീസസ് ആണ് പറയുന്നത്. ഇനി ഏർലി ഇനിഷ്യേഷൻ ഓഫ് ബ്രസ്റ്റ് ഫീഡിങ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ബർത്ത്, പ്രിഫറബിളി വിത്തിൻ 1 hour. സോ 1 മണിക്കൂറിനകമാണ് ആദ്യത്തെ ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കേണ്ടത്. ഇനി എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് എന്ന് പറയുന്നത് എത്ര മാസം വരെയാണ്? 6 മാസം വരെ. സോ അതായത് 180 days ആണ്. സോ ഈ സമയം വരെ എന്ത് ചെയ്യത്തില്ല, മറ്റ് ഫുഡുകളൊന്നും സോളിഡോ ലിക്വിഡോ ഫോമിലുള്ള ഫുഡുകളൊന്നും കൊടുക്കത്തില്ല. ഈവൻ വാട്ടർ വരെ കൊടുക്കത്തില്ല. പക്ഷേ എന്ത് ചെയ്യാം, ORS അതുപോലുള്ള സിറപ്പുകൾ, വൈറ്റമിൻസ്, മിനറൽസ്, ORS വാക്സിൻസ് ഒക്കെ കൊടുക്കാം.
ടൈംലി ഇൻട്രൊഡക്ഷൻ ഓഫ് കോംപ്ലിമെൻ്ററി ഫുഡ്, സമയം അനുസരിച്ച് എന്ത് ചെയ്യുക, കുട്ടികൾക്ക് ഏജിനനുസരിച്ചുള്ള പ്രോപ്പറായിട്ടുള്ള ലിക്വിഡ് ഫുഡ് കൊടുക്കുക, സോളിഡ്, സെമി സോളിഡ് അല്ലെങ്കിൽ സോഫ്റ്റ് സോളിഡ് ഫുഡ്. സോ അങ്ങനെ അവരുടെ ഏജിനനുസരിച്ച് എന്ത് ചെയ്യുക, തിക്നെസ് കൂട്ടിക്കൊണ്ട് വരിക. സോ അതാണ് ടൈംലി ഇൻട്രൊഡക്ഷൻ പറയുന്നത്. കണ്ടിന്യൂഡ് ബ്രസ്റ്റ് ഫീഡിങ് ഫോർ 2 years ഓർ ബിയോണ്ട്. സോ ബ്രസ്റ്റ് ഫീഡിങ് 2 വയസ്സോ അതിന് കൂടുതലോ കൊണ്ടുപോകാം. ഇനി ഏജ് അപ്രോപ്രിയേറ്റ് കോംപ്ലിമെൻ്ററി ഫീഡിങ് ഫോർ ചിൽഡ്രൻ. സോ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് കുട്ടികൾക്ക് 6 to 23 മന്ത് വൈൽ കണ്ടിന്യൂയിങ് ബ്രസ്റ്റ് ഫീഡിങ് കണ്ടിന്യൂ ചെയ്യുന്ന 6 തൊട്ട് 23 മന്ത് വരെയുള്ള കുട്ടികൾക്കുള്ളത് ചിൽഡ്രൻ ഷുഡ് റിസീവ് ഫുഡ് ഫ്രം 4 or more ഫുഡ് ഗ്രൂപ്പ്സ്. സോ 4-4-ലധികം ഫുഡ് ഗ്രൂപ്പ്സിൽ നിന്ന് എന്ത് ചെയ്യുക, അവർക്ക് ഫുഡ് കൊടുക്കാം. ബിലോ അൺഫെഡ്, താഴെ കൊടുത്തിരിക്കുന്ന ഈ ഗ്രൂപ്പുകളിൽ നിന്ന് 4-4-ൽ കൂടുതലോ ഫുഡ് ഗ്രൂപ്പുകളിൽ നിന്ന് അവർക്ക് എന്ത് ചെയ്യാം, ഫുഡ് കൊടുക്കാം. അതായത് ഗ്രെയിൻസ്, റൂട്ട്സ്, ട്യൂബേഴ്സ്, ലെഗ്യൂംസ്, ഡയറി പ്രോഡക്റ്റ്, ഫ്ലഷ് ഫുഡ്, എഗ്ഗ്, വിറ്റമിൻ എ റിച്ച് ഫുഡ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അങ്ങനെയുള്ള 4 ഫുഡ് ഗ്രൂപ്പ്സിൽ കൂടുതലുള്ള ഫുഡുകൾക്ക് അവർക്ക് കൊടുക്കാം. സോ മിനിമം ഫുഡ് ഗ്രൂപ്പ് മെൻഷൻ ബിലോ ആൻഡ് ഫെഡ് ഫോർ എ മിനിമം നമ്പർ ഓഫ് ടൈംസ് 2 times ഫോർ ബ്രസ്റ്റഡ് ഇൻഫൻറ്റ് 6 to 8 months. സോ 6 to 8 മാസമുള്ള കുട്ടികൾക്ക് 2 പ്രാവശ്യമെങ്കിലും എന്ത് ചെയ്യണം, ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ കൂടെ 2 മാസം അഡീഷണൽ ഫുഡുകൾ കൊടുക്കണം. 3 times ഫോർ ബ്രസ്റ്റ് ഫീഡ് ചിൽഡ്രൻ. സോ 3 പ്രാവശ്യം ആകുമ്പോഴത്തേക്ക് 9 to 23 മാസമുള്ള കുട്ടികൾക്ക് 3 സമയത്ത് കൊടുക്കുക, 3 പ്രാവശ്യമായിട്ട് കൊടുക്കുക. 4 പ്രാവശ്യം കൊടുക്കേണ്ടത് 4 times ഫോർ നോൺ ബ്രസ്റ്റ് ഫീൽഡ് ചിൽഡ്രൻ. സോ 6 to 6 months. ബ്രസ്റ്റ് ഫീഡിങ് നിർത്തുവാണെങ്കിൽ, ബ്രസ്റ്റ് ഫീഡ് ചെയ്യാത്ത കുട്ടികൾക്ക് 6 to 23 മാസം വരെയുള്ള കുട്ടികൾക്ക് 4 പ്രാവശ്യം കൊടുക്കണം. സോ ഇതാണ് ആക്റ്റീവ് ഫീഡിങ് ഫോർ ചിൽഡ്രൻ ഡ്യൂറിങ് ആഫ്റ്റർ ദ ഇൽനെസ്. സോ ഫീഡിങ് ഡ്യൂറിങ് ഇൽനെസ്, ഈ അസുഖങ്ങൾ വരുന്ന സമയത്തുള്ള കുട്ടികളുടെ ഫീഡിംഗ് ആണ് പറയുന്നത്. നെവർ സ്റ്റാർവ് ദ ചൈൽഡ്, കുട്ടിയെ പട്ടിണിക്കിടരുത്. സോ അവന് ആവശ്യമായിട്ടുള്ള ഫുഡുകൾ കൊടുക്കുക. അവൻ കഴിക്കാൻ പറ്റിയില്ലെങ്കിലും പട്ടിണിയാവുന്ന ഒരവസ്ഥ വരുത്തരുത്. ഫീഡ് എനർജി റിച്ച് cereal പൾസ് ഡയറ്റ് വിത്ത് മിൽക്ക് ആൻഡ് മാഷ്ഡ് വെജ്. സോ എനർജി റിച്ച് ആയിട്ടുള്ള സെറിയൽസ്, കഞ്ഞി അതുപോലെ പയറൊക്കെ ഇട്ട് അങ്ങനെയുള്ള ഡയറ്റുകൾ, മിൽക്ക്, മാഷ്ഡ് വെജിറ്റബിൾസ് ഒക്കെ ചേർന്ന് ഇത് കൊടുക്കുക. ഫീഡ് സ്മോൾ ക്വാണ്ടിറ്റീസ് ആസ് ഫ്രീക്വൻറ്റ്, ചെറിയ രീതിയിൽ ഫ്രീക്വൻ്റ് ആയിട്ട് കൊടുക്കുക. കണ്ടിന്യൂ ബ്രസ്റ്റ് ഫീഡിങ് ആസ് ലോങ് ആസ് പോസിബിൾ, മാക്സിമം എത്ര പറ്റുന്നോ അത്രയും ബ്രസ്റ്റ് ഫീഡ് ചെയ്യുക. ഗിവ് പ്ലെൻറ്റി ഓഫ് ഫ്ലൂയിഡ്സ് ഡ്യൂറിങ് ഇൽനെസ്, വെള്ളം കൊടുക്കുക. ORS സൊല്യൂഷൻ, ഡീഹൈഡ്രേഷൻ തടയാൻ ORS പ്രൊവൈഡ് ചെയ്യുക. നെക്സ്റ്റ് ന്യൂട്രീഷണൽ റിക്വയർമെൻറ്റ്സ് ആണ് പറയുന്നത്. സോ അത് ചിൽഡ്രൻസ് ആൻഡ് അഡോളസൻസിൻ്റെ ന്യൂട്രിയൻ റിക്വയർമെൻറ്റ്സ്. സോ അതിൽ എനർജി, കലോറിയും പ്രോട്ടീൻസും ആണ് പറയുന്നത്. സോ 1 to 3 വയസ്സുള്ള കുട്ടികൾക്കാണെങ്കിൽ, ബോയ്സ് ആണെങ്കിൽ 1287 to 1193 ഗേൾസ് ആണെങ്കിൽ എനർജി റിക്വയർമെൻ്റ് ആണ് പറയുന്നത്. ഡെയിലി കലോറി ഇൻടേക്ക് 4 to 6 വയസ്സാണെങ്കിൽ 1752 ആണ്. സോ ഇതാണ് ആ ഒരു ഏജ് ഗ്രൂപ്പ് അനുസരിച്ചായിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള എനർജി കലോറി എന്ന് പറയുന്നത്. ഇനി ഡെയിലി പ്രോട്ടീൻ റിക്വയർമെൻറ്റ് 1 to 2 years ആണെങ്കിൽ 1.81 ആണ് ബോഡി വെയ്റ്റ് അനുസരിച്ച് പ്രോട്ടീൻ അവർക്ക് ആവശ്യം. സോ ഇതാണ് പ്രോട്ടീൻ റിക്വയർമെൻറ്റ് ഓഫ് ചിൽഡ്രൻ എന്ന് പറയുന്നത്. സോ ഫാറ്റ് റിക്വയർമെൻ്റ് ആണ്. മിനിമം വിസിബിൾ ഫാറ്റ് ഇൻടേക്ക് വുഡ് ബി 5% ഓഫ് ടോട്ടൽ എനർജി ഫോർ ദെയർ എനർജി ഇൻടേക്ക് ഓഫ് 2400 kilocalorie. മിനിമം വിസിബിൾ ഫാറ്റ് ഇൻടേക്ക് വർക്ക് ഔട്ട് ഓഫ് 12 gram per day, but the desirable intake level should be 20 gram per day, which help to reduce the bulk of diet. ന്യൂ ഡയറ്റ് ഫോർ ഇൻഫൻറ്റ്, ചിൽഡ്രൻസ് ആൻഡ് അഡോളസൻസ് ഇൻ ഷോൺ ഇൻ ടേബിൾ. സോ ഇതൊരു ബാലൻസ്ഡ് ഡയറ്റാണ് കുട്ടികൾക്ക് ഇൻഫൻസിനുമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ന്യൂട്രീഷണൽ നീഡ്സ് ഓഫ് പ്രഗ്നൻറ്റ് ആൻഡ് ലാക്ടേറ്റിംഗ് മദേഴ്സ് ആണ്. സോ ന്യൂട്രീഷൻ ഓഫ് പ്രഗ്നൻറ്റ് വിമൻ ആണ്. ഒരു പ്രഗ്നൻറ്റ് വിമൻ എന്ന് പറയുമ്പം അഡിക്വേറ്റ് ആയിട്ടുള്ള ന്യൂട്രീഷ്യസ് ഡയറ്റ് വേണം, റെസ്റ്റ് വേണം. ലാസ്റ്റ് ട്രൈമസ്റ്ററിൽ എന്ത് വേണം, റെസ്റ്റ് വേണം. അയൺ ആൻഡ് ഫോളിക് ആസിഡ് ടാബ്ലറ്റ് ത്രൂ ഔട്ട് ദ പ്രഗ്നൻസിയിൽ ത്രൂ ഔട്ട് എന്ന് വേണം അയണും ഫോളിക് ആസിഡും കൊടുക്കണം. അതുപോലെ ഇമ്മ്യൂണൈസേഷൻ ചെയ്യണം. സോ ഡയറ്റ്, സോ പ്രഗ്നൻറ്റ് വിമൻസിൻ്റെ ഡയറ്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇൻക്രീസ് ഫുഡ് ഇൻടേക്ക്. എ പ്രഗ്നൻറ്റ് മദർ റിക്വയർ 300 extra calories per day to meet the demand of pregnancy. സോ ഒരു ദിവസം ഒരു എക്സ്ട്രാ 300 calories എന്ത് വേണം, ഒരു പ്രഗ്നൻറ്റ് വിമൻസിന് അവരുടെ
പ്രഗ്നൻസി ഡിമാൻഡ്സിനനുസരിച്ച് വേണം. സോ അപ്പോൾ 300 ആണ് എക്സ്ട്രാ കാലറീസ് ആവശ്യം. ഈ ഹോൾ ഗ്രാംസ്, ഇനി ഇതെങ്ങനെ വാങ്ങിക്കാം? ഹോൾ ഗ്രാംസ്, പൾസസ്, ലെഗ്യൂംസ്, സ്പ്രോട്ടഡ് പൾസസ്, ലീഫി വെജിറ്റബിൾസ്, ജാഗരി, ഡേറ്റ്സ്, ഗ്രൗണ്ട് നട്ട്സ് ആർ ഫുഡ് ഓഫ് പ്ലാന്റ് ഒറിജിൻ ഹാവിങ് ഗുഡ് അയൺ കണ്ടൻറ്റ്. സോ ഒറിജിനൽ പ്ലാന്റ് ഫുഡ്സുകളിൽ നിന്ന് എന്ത് കിട്ടും? അയൺ കണ്ടൻറ്റ് അടങ്ങിയ ഫുഡുകൾ കിട്ടും. അതിൻ്റെ കൂടെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ഡെയിലി ഡയറ്റ് റൈറ്റ് ഫ്രം ദ ബിഗിനിങ് ആസ് ഫോളിയേജ് പ്രൊവൈഡ് ഫോളിക് ആസിഡ് മച്ച് നീഡഡ് ഡ്യൂറിങ് ഏർലി മന്ത്സ്. സോ ലീഫി വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യുന്നത് വരെ ഫോളിക് ആസിഡിന് പകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് കിട്ടും. അതുപോലെ ഒരു ദിവസം ഒരു സീസണൽ ഫ്രൂട്ട്സ് കഴിക്കുക. മിൽക്ക്, കേർഡ്, ബട്ടർ മിൽക്ക്, എഗ്ഗ്, മീറ്റ്, ഫിഷ്, സോ ഇതെല്ലാം കഴിക്കുന്നത് നല്ലതാണ്. സോ അയഡൈസ്ഡ് സോൾട്ട് ഷുഡ് ബി കൺസ്യൂംഡ് ആസ് പ്രഗ്നൻറ്റ് വിമൻ റിക്വയർ സഫിഷ്യൻറ്റ് അയഡിൻ ഫോർ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ചൈൽഡ് ഇൻ ദ വൂംബ്. സോ കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനായിട്ട് അയഡൈസ്ഡ് അടങ്ങിയ സോൾട്ട് കഴിക്കുക പ്രഗ്നൻറ്റ് വിമൻ. ടേക്ക് പ്ലൻറ്റി ഓഫ് ഫ്ലൂയിഡ്, വെള്ളം ഒരുപാട് കുടിക്കുക. ചെറിയ ഫ്രീക്വൻറ്റ് മീൽസ് കഴിക്കാൻ ശ്രമിക്കുക. ഈ ഹെവി വർക്ക് ഷുഡ് ബി അവോയ്ഡഡ് ത്രൂ ഔട്ട് ദ പ്രഗ്നൻസി. ഒരു പ്രഗ്നൻസി ടൈമിൽ ഹെവി ആയിട്ടുള്ള വർക്കുകൾ അവോയ്ഡ് ചെയ്യുക. റെസ്റ്റ് ഡ്യൂറിങ് 3rd trimester ഇസ് ഇമ്പോർട്ടൻറ്റ് ടു എനേബിൾ അഡിക്വേറ്റ് ഫ്ലോ ഓഫ് ന്യൂട്രിയൻസ് ഫ്രം മദർ ടു ദ ചൈൽഡ്. സോ ആവശ്യമായിട്ടുള്ള റെസ്റ്റ് കിട്ടിയാൽ കുട്ടിക്ക് ന്യൂട്രിയൻസ് അമ്മയിൽ നിന്ന് കുഞ്ഞിൽ എത്തത്തുള്ളൂ. വിമൻ ഷുഡ് ഗെയിൻ 10 to 12 kg വെയിറ്റ് ഡ്യൂറിങ് പ്രഗ്നൻസി. സോ ഒരു പ്രഗ്നൻസി ടൈമിൽ ഒരു 10 to 12 കിലോ എന്ത് ചെയ്യുക? ഗെയിൻ ചെയ്യണം. ഒരു പ്രഗ്നൻറ്റ് വിമൻ ഗെയിൻ ചെയ്യണം. സോ അയൺ ആൻഡ് ഫോളിക് ആസിഡ് ടാബ്ലറ്റ്സ്, IFA ടാബ്ലറ്റ് ഷുഡ് ബി കൺസ്യൂംഡ് ത്രൂ ഔട്ട് ദ പ്രഗ്നൻസി ത്രൂ ഔട്ട് ഫുൾ ടൈമിലും എന്ത് ചെയ്യണം? അയണും ഫോളിക് ആസിഡ് ടാബ്ലറ്റും കഴിക്കണം. അയൺ ടാബ്ലറ്റ് മേ കോസ് ബ്ലാക്ക് സ്റ്റൂൾസ് വിച്ച് ആർ ഹാംലെസ്. സോ അയൺ ടാബ്ലറ്റ് കഴിക്കുമ്പോഴത്തേക്ക് സ്റ്റൂൾസ് ബ്ലാക്ക് കളറിലാവും, പക്ഷെ അത് ദോഷമുള്ള കാര്യമൊന്നുമല്ല. Iron and folic acid tablet prevent anemia and helps a woman to deliver a normal healthy baby. സോ അയണും ഫോളിക് ആസിഡ് ടാബ്ലറ്റും കഴിക്കുന്നത് വഴി അനീമിയ പ്രിവെൻറ്റ് ചെയ്യാം. അതിലൂടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബേബിയെ ഡെലിവറി ചെയ്യാം. ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി ക്യാൻ കോസ് ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ് ഇൻ ദ ന്യൂ ബോൺസ്. സോ ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി കാരണം വരുന്ന ഒരു ഡിഫക്റ്റാണ് ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ്. ന്യൂ ബോൺസിൽ വരുന്ന ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ് വരുന്നത് ഫോളിക് ആസിഡിൻ്റെ ഡെഫിഷ്യൻസി കാരണമാണ്. സോ അത് ഓർത്ത് വെച്ചിരിക്കുക. Immunization of the pregnant women is with tetanus. So TT എടുക്കുക. Given between 5th and 8th month of pregnancy in 2 doses at an interval of 4 weeks is essential. So 2 ഡോസുള്ള TT എടുക്കുക. 5 to 8 മാസത്തിനകം. സോ നമ്മൾ ലാക്ടേറ്റിംഗ് മദറിൻ്റെ ന്യൂട്രീഷനാണ് പറയുന്നത്. റിക്വയർസ് ടു ഈറ്റ് മോർ ദാൻ വാട്ട് ഷീ വാസ് ഈറ്റിംഗ് ഡ്യൂറിങ് പ്രഗ്നൻസി. സോ പ്രഗ്നൻസി ടൈമിൽ കഴിക്കുന്നതിനേക്കാളും കൂടുതൽ ഈ ഒരു ലാക്ടേറ്റിംഗ് പീരീഡിൽ എന്ത് ചെയ്യണം? കഴിക്കണം. ഇവിടെ 550 കലോറി എക്സ്ട്രാ എന്ത് ചെയ്യണം? കഴിക്കണം. കുട്ടി മിൽക്ക് പ്രൊഡക്ഷന് വേണ്ടി 550 കിലോ കാലറി കഴിക്കണം. എ ഗുഡ് ന്യൂട്രീഷ്യസ് ഡയറ്റ് പ്രിപ്പയർഡ് ഫ്രം ലോ കോസ്റ്റ് locally available food, family support and care, and a pleasant atmosphere in the family help improve lactation and ensure health of both mother and baby. സോ നല്ല രീതിയിൽ നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നത് വഴി, അതുപോലെ സ്ട്രെസ് ഒന്നുമില്ലാതെ ഫാമിലിയുടെ സപ്പോർട്ടോടുകൂടി നല്ലൊരു പ്ലസൻറ്റ് അറ്റ്മോസ്ഫിയറിൽ ഇരിക്കുന്നത് വഴി ഈ ലാക്ടേഷൻ കൂട്ടാം. സോ അടുത്ത ഡയറ്റ് ഇൻക്ലൂഡ് more of cereal, pulses and green leafy vegetables in daily diet. Take vegetables and 1 seasonal food. സോ ഇതെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യുക. ബ്രസ്റ്റ് ഫീഡ് ഈസ് ഇൻ എ റിലാക്സ്ഡ് സ്റ്റേറ്റിലായിരിക്കണം. മെൻ്റൽ ടെൻഷനോ അല്ലെങ്കിൽ സ്ട്രെസ്സോ ഒക്കെ വന്നാൽ മിൽക്കിൻ്റെ സെക്രീഷൻ കുറയും. ഇനി IFA ടാബ്ലറ്റ്, ടേക്ക് അയൺ ആൻഡ് ഫോളിക് ടാബ്ലറ്റ് ഫോർ ഫസ്റ്റ് 6 months. ആദ്യത്തെ 6 മാസം വരെ, ലാക്ടേഷൻ്റെ ആദ്യത്തെ 6 മാസം വരെയും അയണും ഫോളിക് ആസിഡും ടാബ്ലറ്റ് യൂസ് ചെയ്യണം. നെക്സ്റ്റ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് MCQs നോക്കാം. ബ്രസ്റ്റ് ഫീഡിങ് ഷുഡ് ബി സ്റ്റാർട്ടഡ് ഡാഷ് അവേഴ്സ് ആഫ്റ്റർ ബർത്ത്. സോ എത്ര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? സോ വിത്തിൻ 1 hour ആണ്. സോ 1 മണിക്കൂറിനകം ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റാർട്ട് ചെയ്യണം. എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ ഡാഷ് മന്ത് ആഫ്റ്റർ ബർത്ത്. സോ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് എന്ന് പറയുന്നത് എത്ര മാസം വരെ സഫിഷ്യൻ്റ് ആണ്? സോ 6 മാസം വരെയാണ് എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് എന്ന് കുട്ടിക്ക് എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യേണ്ട കാലഘട്ടം എന്ന് പറയുന്നത് 6 മാസമാണ്. ഇനി ഓൾ ആർ ട്രൂ ഓഫ് കൊളസ്ട്രം എക്സെപ്റ്റ്. സോ കൊളസ്ട്രത്തിനെ കുറിച്ച് ശരിയല്ലാത്തത്, റിച്ച് ഇൻ പ്രോട്ടീൻസ് ആൻഡ് മിനറൽസ് കറക്റ്റാണ്. ആൻറ്റി ഇൻഫെക്റ്റീവ് ഫാക്ടേഴ്സ് ഉണ്ട്, സെക്രീറ്റഡ് ഫോർ ഫസ്റ്റ് ഫ്യൂ ഡേയ്സ് ആണ്. സോ റിച്ച് ഇൻ ഫാറ്റ്സ് ആണ് ശരിയല്ലാത്തതായിട്ടുള്ളത്. ഇനി ട്രൂ റിഗാർഡിങ് കോംപ്ലിമെൻ്ററി ഫീഡിങ്, വൺ ഓഫ് ദ ഫോളോയിങ് ഈസ്. സോ കോംപ്ലിമെൻ്ററി ഫീഡിങ്ങിനെ കുറിച്ച്
ശരിയായിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിരുന്നത്. ബി ഇനിഷ്യേറ്റഡ് ഫ്രം 4 months ഓൺവേർഡ്സ്. അത് തെറ്റല്ലേ, 6 മാസം തൊട്ടേ കോംപ്ലിമെൻ്ററി ഫീഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂ. ഫുഡ് ഫ്രം 4 or more ഫുഡ്സ് ഗ്രൂപ്പ് ബി ഗിവൻ. സോ 4 അല്ലെങ്കിൽ 4 കൂടുതലുള്ള ഫുഡ് ഗ്രൂപ്പ്സിൽ നിന്ന് ഫുഡ് ഐറ്റംസ് കൊടുക്കാം. സോ അത് കറക്റ്റാണ്. ഷുഡ് ബി ഗിവൺ ട്വൈസ് എ ഡേ ടു ഓൾ ചിൽഡ്രൻ ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ ഏജ്. സോ ഏജിൽ നോക്കാതെ രണ്ട് പ്രാവശ്യം കൊടുക്കാം. സോ അങ്ങനത്തെ കറക്റ്റ് അല്ലല്ലോ, ഏജ് അനുസരിച്ച് ആണ് അവർക്ക് എത്ര പ്രാവശ്യം കൊടുക്കണമെന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത്. നീഡ് നോട്ട് കണ്ടിന്യൂ ബ്രസ്റ്റ് ഫീഡിങ് ആഫ്റ്റർ ഇനിഷ്യേഷൻ ഓഫ് കോംപ്ലിമെൻ്ററി ഫീഡിങ്. സോ കോംപ്ലിമെൻ്ററി ഫുഡ് കൊടുത്തതിന് ശേഷം ബ്രസ്റ്റ് ഫീഡ് ചെയ്യണമെന്ന് ഇല്ല എന്നാണ് പറയുന്നത്. സോ അതും തെറ്റാണ്, കണ്ടിന്യൂ ചെയ്യാം. സോ അപ്പം ബി ആണ് കറക്റ്റ്. ട്രൂ റിഗാർഡിങ് കോംപ്ലിമെൻ്ററി ഫീഡിങ് ഈസ്. സോ ഏതൊക്കെ കോംപ്ലിമെൻ്ററി ഫീഡിങ്ങിന് ഇത് വെച്ച് കറക്റ്റ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത് സേഫ്. സോ അത് കറക്റ്റാണ്. ഹോം മെയ്ഡ് ആക്കാം. അതുപോലെ ടൈംലി ആണ്, അഡിക്വേറ്റ് ആണ്. ലിക്വിഡ് ഇൻ നേച്ചർ അല്ല. സോ കോംപ്ലിമെൻ്ററി ആകുമ്പം കറക്റ്റ് ലിക്വിഡ് അല്ല, അതെന്ത് ചെയ്യും, അത് ഏജ് അനുസരിച്ച് അതിൻ്റെ കൺസിസ്റ്റൻസി കൂട്ടാം. ഇനി ട്രൂ റിഗാർഡിങ് ഡയറ്ററി റിക്വയർമെൻറ്റ് ഡ്യൂറിങ് അഡോളസെൻസ്. സോ അഡോളസെൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഓവർ ഇൻ്റലിജൻസ് ഇൻ ഫാറ്റ് മേ ബി അവോയ്ഡഡ്. സോ ഒരുപാട് ഫാറ്റിലോട്ട് പോകുന്നത് എന്ത് ചെയ്യുക, കുറയ്ക്കുക. ഇനി ട്രൂ റിഗാർഡിങ് ഡയറ്ററി റിക്വയർമെൻറ്റ് ഓഫ് ചിൽഡ്രൻ ഈസ്. സോ ഇതിൽ കാൽഷ്യം റിക്വയർമെൻ്റ് ആണ് കുട്ടികളിൽ എന്ത് ചെയ്യുന്നത്, ചിൽഡ്രൻസിന് കൂടുതൽ ആവശ്യം. സോ ഓപ്ഷൻ ഡി. ഈ ട്രൂ റിഗാർഡിങ് അഡോളസെൻറ്റ് ഗേൾസ് ആണെങ്കിൽ അവർക്ക് ഫിസിയോളജിക്കൽ സ്ട്രെസ്സ് കൂടുതലായിരിക്കും കമ്പയർ ടു ബോയ്സിനെ വെച്ച് നോക്കുമ്പം, അഡോളസെൻസ് ഏജിലുള്ള പെൺകുട്ടികൾക്ക്. സോ ഓപ്ഷൻ ബി, മോർ ഫിസിയോളജിക്കൽ സ്ട്രെസ് കമ്പയർഡ് ടു ബോയ്സ്. ഇനി അടുത്തത്, എ പ്രഗ്നൻറ്റ് മദർ റിക്വയർസ് ഡാഷ് എക്സ്ട്രാ കാലറീസ്. പ്രഗ്നൻറ്റ് വിമൻസ് ആണെങ്കിൽ 300 എക്സ്ട്രാ കാലറീസ് ആണ് അഡീഷണൽ. ലാക്ടേറ്റിംഗ് മദേഴ്സ് ആകുമ്പോൾ അത് 550 ആവും. ഇനി ട്രൂ അബൌട്ട് ന്യൂട്രീഷണൽ റിക്വയർമെൻറ്റ് ഓഫ് പ്രഗ്നൻറ്റ് മദർ ഇസ്. സോ കൺസപ്ഷൻ ഓഫ് അയഡൈസ്ഡ് സോൾട്ട് ഇസ് ഡിസൈറബിൾ ആണ്. സോ അത് ഓപ്ഷൻ ബി ആണ്. ഇനി ഓൺലി സെലക്റ്റഡ് ഫ്രൂട്ട്സ് ആർ ടു ബി കൺസ്യൂംഡ്. സോ അങ്ങനെ ചെയ്താൽ മതി, ഏതെങ്കിലും ഫ്രൂട്ട്സ് കഴിച്ചാൽ പോരാ. കൺസപ്ഷൻ ഓഫ് കേർഡ് ഷുഡ് ബി ലിമിറ്റഡ്. കേർഡ് കഴിക്കുന്നത് ലിമിറ്റ് ചെയ്യണം, അത് തെറ്റാണ്. എക്സ്ട്രാ ഫ്ലൂയിഡ്സ് ആർ നോട്ട് നീഡഡ്, അതും തെറ്റാണ്. സോ ഓപ്ഷൻ ബി മാത്രമേ ഉള്ളൂ ട്രൂ ആയിട്ടുള്ളത്. ഇനി ട്രൂ ഫോർ ലാക്ടേറ്റിംഗ് മദർ എന്ന് പറയുമ്പോഴത്തേക്ക് അയൺ ഫോളിക് ആസിഡ് ടാബ്ലറ്റ് ഇൻഹിബിറ്റ് മിൽക്ക് സെക്രീഷൻ. അയണും ഫോളിക് ആസിഡ് 6 മാസം വരെയും കഴിക്കണം, അത് ഈ മിൽക്ക് സെക്രീഷനെ ഇൻഹിബിറ്റ് ചെയ്യത്തില്ല, അത് നല്ലതാണ്. സോ അത് തെറ്റാണ്. അപ്പം ന്യൂട്രീഷണൽ റിക്വയർമെൻറ്റ് ഇസ് സെയിം ആസ് ഇൻ പ്രഗ്നൻസിയുടെ അത്രയും ന്യൂട്രീഷണൽ റിക്വയർമെൻറ്റ് അല്ല അല്ലേ, ഇവിടെ 550 വേണം, പ്രഗ്നൻസിയിൽ 300 മതി. ഇനി അടുത്ത ഡി ആകുമ്പം ഗീ ഓർ ഓയിൽ ഷുഡ് ബി അവോയ്ഡഡ് ഇൻ ഡയറ്റ്. സോ അത് കറക്റ്റാണ്. സോ അപ്പോൾ ഇതിൽ എ ആണ്. സോ അത് തെറ്റാണ്. ഗീയും ഓയിലും ഒക്കെ അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ ട്രൂ ആയിട്ടുള്ളത് എന്താണ്, സ്ട്രെസ് ഡിക്രീസസ് മിൽക്ക് സെക്രീഷൻ. സ്ട്രെസ്സ് കൂടുന്നതനുസരിച്ച് മിൽക്ക് സെക്രീഷൻ എന്ത് ചെയ്യും, കുറയും. സോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ്.